ഹരേ കൃഷ്ണ. ഗർഗഭാഗവതം അദ്ധ്യായം 17. മാഗധ വിജയം. പ്രദ്യുമ്നൻ മാഗധ രാജ്യത്തേക്ക് പുറപ്പെട്ട് സൈന്യത്തോടൊന്നിച്ച് ഗിരിവ്രജത്തിലെത്തി. ആ വിവരമറിഞ്ഞ ജരാസന്ധൻ യദുവംശരെ അധിക്ഷേപിക്കുന്ന മട്ടിൽ കുറെ കൽപ്പിച്ചു. അനന്തരം അവൻ സൈന്യസമേതം ഗിരിപുരത്തിൽ നിന്ന് പുറപ്പെട്ടു. ജരാസന്ധൻ്റെ സൈന്യത്തെ കണ്ട യാദവന്മാർ വിസ്മയിച്ചു പോയി. അപ്പോൾ അവരെ സമാശ്വസിപ്പിക്കാൻ എന്നവണ്ണം പ്രദ്യുമ്നൻ തൻ്റെ ദക്ഷിണ എന്ന ശംഖ് വിളിച്ചു. പ്രദ്യുമ്നൻ കാണെ സാമ്പൻ സൈന്യസമേതം മഗധ സൈന്യത്തോട് ഏറ്റുമുട്ടി. മഗധ സൈന്യവും സാമ്പൻ്റെ സൈന്യവും തമ്മിൽ സുരാസുര യുദ്ധം എന്ന പോലെ അതിഘോരമായ യുദ്ധം നടന്നു. രണ്ട് ഭാഗത്തുള്ളവരും ആയുധങ്ങളും പ്രത്യായുധങ്ങളും പ്രയോഗിച്ചു കൊണ്ടേയിരുന്നു. യുദ്ധക്കളം കൈയും തലയും അറ്റ മൃതശരീരങ്ങൾ കൊണ്ട് നിറഞ്ഞു. മഗധൻ്റെ സൈന്യം സാമ്പൻ്റെയും ഭടന്മാരുടെയും മർദ്ദനമേറ്റ് ഓടിപ്പോയി. എന്നാൽ ജരാസന്ധൻ സ്വന്തം സൈന്യത്തെ മുന്നോട്ട് നയിച്ചു. സാമ്പനാകട്ടെ ആ സൈന്യത്തെ തകർക്കാൻ തുടങ്ങി. പിന്നീട് സാമ്പനും മാഗധനും തമ്മിൽ അതിഘോരമായ യുദ്ധം തന്നെ അവിടെ നടന്നു. സാമ്പനെ സഹായിക്കാൻ ഗദൻ ഓടിയെത്തി. പിന്നീട് യുദ്ധം ജരാസന്ധനും ഗദനും തമ്മിലായിരുന്നു. രണ്ടു പേർക്കും ജയാപജയങ്ങൾ ഉണ്ടായി. ജരാസന്ധൻ്റെ മുഷ്ടിപ്രഹരമേറ്റ് സാമ്പനും ഗദനും മൂർജിച്ചു വീണു. അപ്പോൾ പ്രദ്യുമ്നൻ സൈന്യസമേതം അവിടെ എത്തി. ജരാസന്ധനോട് എതിർത്തു. അപ്പോഴേക്കും യദുപുരിയിൽ നിന്ന് ബലരാമൻ അവിടെ എത്തി. ഭഗവാൻ മാഗധ സൈന്യത്തെ കലപ്പയും ഉലക്കയും ഉപയോഗിച്ച് തല്ലി ചതച്ചു. തൻ്റെ സൈന്യത്തിന് സംഭവിക്കുന്ന നാശം കണ്ട് ഭയവിഹ്വലനായ ജരാസന്ധൻ രഥം ഇല്ലാതെ തന്നെ യുദ്ധക്കളത്തിൽ നിന്ന് ഓടിപ്പോയി. ദേവന്മാരും മനുഷ്യരും ആഹ്ലാദസൂചകമായി ദുന്ദുഭികൾ മുഴക്കി. ദേവകൾ പുഷ്പവൃഷ്ടി ചെയ്തു. പ്രദ്യുമ്നൻ വിഷമം തീർന്ന് ബലദേവനെ വണങ്ങി. ബലരാമനെ വണങ്ങി. ബലരാമൻ അപ്പോൾ തന്നെ ദ്വാരകയിലേക്ക് തിരിച്ചുപോയി. ജരാസന്ധൻ്റെ പുത്രനായ സഹദേവൻ കപ്പം കൊടുത്ത് പ്രദ്യുമ്നനെ വണങ്ങി. ധാരാളം സൈന്യത്തെയും കൊടുത്തു. ഹരേ കൃഷ്ണ.